Okay, 2022 ബെസ്റ്റ് സെല്ലർ സ്മാർട്ട് വാച്ച് ബ്രാൻഡ് ആണെന്ന് പറയുന്ന ബോൾട്ടിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഡ്രിഫ്റ്റ് പ്ലസ് സ്മാർട്ട് വാച്ച് ആണ് ഇത്. ഇത് സംഭവം കഴിഞ്ഞ വർഷം ഇറങ്ങിയ വെറും ഡ്രിഫ്റ്റ് എന്നുള്ള ആ ഒരു മോഡലിന് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള സെല്ലിങ് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒന്ന് പുതപ്പിച്ചിട്ട് എടുത്ത ഒരു സാധനമാണ് ഈ ഡ്രിഫ്റ്റ് പ്ലസ് എന്നുള്ള മോഡൽ. പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം കാണാൻ ഒരു മെനയൊക്കെയുള്ള ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞാണ്, ആ സാധനമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. എങ്കിലും ഇതിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കാണാമല്ലോ. മുകളിൽ ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വലിച്ചു പോയി മാറ്റി കഴിഞ്ഞ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ലഭിക്കുന്ന പോലെ യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ സാധനമായുള്ള ഡ്രിഫ്റ്റ് പ്ലസ് സ്മാർട്ട് വാച്ചും ലഭിക്കുന്നുണ്ട്. ഈ സാധനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ ടച്ചും ഇതിന്റെ സ്മൂത്തും ആണ്. എന്നാ ഒരു സ്മൂത്ത് നോക്കി എങ്ങനെ ഒഴുകി പോവാണ്. മാത്രമല്ല ഇതിന്റെ യൂസർ ഇന്റർഫേസും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. നമുക്ക് എല്ലാം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്റർഫേസ് കൊടുത്തിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ബാറും അതേപോലെ ഇതിന്റെ സെറ്റിംഗ്സും അങ്ങനെ എല്ലാം മൊത്തത്തിലൊരു അടിപൊളിയാണ്. ഡിസൈനിന്റെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാം കണ്ടുമടുത്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഇതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ബ്ലാക്ക് ആൻഡ് കോഫിയാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തൊക്കെ കാണിക്കും. ഇതിന് മെറ്റാലിക് ഡിസൈൻ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് സ്ട്രാപ്പ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സ്ട്രാപ്പ് നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. 1.85 ഇഞ്ചിന്റെ അത്യാവശ്യം സൈസ് ഉള്ള TFT ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റൈറ്റ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ക്വാളിറ്റി ഒക്കെ ഇത് നൽകുന്നുണ്ട്. 500 nits ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട്ഡോർ പോകുന്ന സമയത്ത് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ ക്രൗണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെന്ററിലൊക്കെ ഒരു ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല കാണാൻ കൊള്ളാം. പക്ഷേ ഇത് പിടിച്ച് തിരിക്കാൻ നിൽക്കണ്ട, തിരിച്ചിട്ട് കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. അതിന് പകരം മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ ആയിട്ടാണ് കൊടുത്തത്. അതായത് പ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം, ബാക്കും മുന്നും സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ അതില്ല. എന്ത് ചെയ്യും? ഇതേപോലെ ഒരുപാടല്ലെങ്കിലും ചെറുതായിട്ടൊന്നും വെള്ളത്തിൽ വീണതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. IP68 വാട്ടർ റെസിസ്റ്റന്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കളിക്കണ്ട, ചെറുതായിട്ടൊന്നും ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ എന്തായാലും ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് കോൾ എടുക്കാം, വിളിക്കാം, ഇതിലൂടെ തന്നെ സംസാരിക്കാം, ഇതിലൂടെ തന്നെ നമുക്ക് ഡയൽ പാഡ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടൊക്കെ കോള് വിളിക്കാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനായിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് സ്പീക്കറും മൈക്കും കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ ടൈം കളയാനായിട്ട് 3 ഗെയിംസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കളിച്ചിരിക്കാം. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന കുറച്ച് വാച്ച് ഫേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി യൂസ് ചെയ്യാം. അതിന് പുറമെ നമ്മൾ ബോൾട്ട് ഫിറ്റ് ആപ്പ് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 150-ലധികം ക്ലൗഡ് ബേസ് ആയുള്ള വാച്ച് ഫേസുകൾ യൂസ് ചെയ്യാം. അത്യാവശ്യം കൊള്ളാവുന്ന വാച്ച് ഫേസുകളൊക്കെ അതിലുണ്ട്. മാത്രമല്ല നമ്മുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതും നല്ല വൃത്തിയുണ്ട് ആ ഒരു ഇന്റർഫേസ്. സാധാരണ കസ്റ്റമൈസ് ചെയ്യുന്നതിന് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ആയിരിക്കും ആ ഒരു ഫോണ്ടൊക്കെ വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ബിലോ അല്ലെങ്കിൽ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇവരുടെ ആപ്പ് എടുത്ത് പറയേണ്ട കേട്ടോ, വലിയ വെറുപ്പിക്കലൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടും ക്വിക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ മെസ്സേജ് ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ അറിയാം, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേരൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഹെൽത്ത് മോണിറ്റർ ചെയ്യാനുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 100+ സ്പോർട്സ് മോഡുകൾ വാരിക്കോരി തന്നിട്ടുണ്ട്. ഇനി 7 days ബാറ്ററി ലൈഫ്, 25 ദിവസം സ്റ്റാൻഡ് ബൈ, ഫുൾ ചാർജ് ആവണമെങ്കിൽ 2.5 hours. ഇനി നന്നായിട്ട് നല്ല ഹെവി ആയിട്ട് ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 to 3 days ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല, കണ്ണും പൂട്ടി മേടിക്കുക. ഇനി അത് മാത്രമല്ല, ഒരു ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി അവർ തരുന്നുണ്ട്. 15 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാം. അങ്ങനെയും അവർ പറയുന്നുണ്ട്. കൊള്ളാല്ലേ? ഇനി ഈ സാധനത്തിന്റെ പ്രൈസ് ലിമിറ്റഡ് ടൈം ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് 1499 രൂപയ്ക്കാണ് ഇപ്പൊ നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണെന്നേ പറയുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റിയും അത്യാവശ്യം ഈ പറഞ്ഞ സംഭവങ്ങളും പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒരു സാധനം നമുക്ക് ലഭിക്കും. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2299 രൂപയ്ക്കായിരിക്കും അവർ സെല്ല് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ വാങ്ങിക്കാൻ ഏകദേശമൊക്കെ ഒരു താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി വാങ്ങിക്കായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഈ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നോക്കിയതിന്
ശേഷം വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. വെറുതെ നമ്മളൊരു കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.